അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലാണ് നമ്മൾ ഉള്ളത്. എന്ത് നന്മ ചെയ്താലും അതിൻ്റെ ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ദിവസങ്ങളാണ്. ആരാധനകൾ കൊണ്ട് ധന്യമാക്കേണ്ട പുണ്യ ദിനങ്ങളാണ് കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകമായി ദുൽഹിജ്ജ 8, 9 ദിവസങ്ങളിലെ നോമ്പ് കഴിവതും നമ്മൾ എടുക്കണം, ഒഴിവാക്കരുത്. അത്രയ്ക്കും മഹത്വം നിറഞ്ഞ പുണ്യം നിറഞ്ഞ നോമ്പുകളാണ് ദുൽഹിജ്ജ 8, 9 നോമ്പ്. ദുൽഹിജ്ജ 8, 9 നോമ്പ് വ്യാഴം, വെള്ളി ദിവസങ്ങളിലാണ് നമ്മൾക്ക് വരുന്നത്. എല്ലാവരും നോമ്പ് നോൽക്കാൻ ശ്രമിക്കുക. ദുൽഹിജ്ജയിലെ 8ാമത്തെ നോമ്പ് അനുഷ്ഠിച്ചവർക്ക് ലഭിക്കുന്ന പ്രതിഫലം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. ദുൽഹിജ്ജയിലെ 9ാമത്തെ ദിവസമാണ് അറഫ ദിനം. ഒരു വർഷത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അറഫ ദിനമാണ്. ആ അറഫ ദിനം ദിവസങ്ങളിൽ ഏറ്റവും മഹത്വമേറിയതാണ്. അറഫ ദിനം ഹജ്ജിലെ ഒരു പ്രധാനപ്പെട്ട കർമ്മമായ അറഫ സംഗമം നടക്കുന്നത്. ദുൽഹിജ്ജ 9ാമത്തെ ദിവസത്തെ അറഫ ദിനത്തിലെ നോമ്പ് അനുഷ്ഠിച്ചാൽ മുമ്പുള്ള ഒരു വർഷത്തെയും വരാൻ പോകുന്ന ഒരു വർഷത്തെയും മുഴുവൻ പാവങ്ങൾ പൊറുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതുപോലെ ഒരു വർഷം കൂടി ആയുസ് നീട്ടിക്കിട്ടുമെന്നാണ്. അറഫ ദിനം പാപമോചനത്തിൻ്റെയും നരകമോചനത്തിൻ്റെയും ദിനമാണ്. അതുപോലെ പാവങ്ങൾ പൊറുക്കപ്പെടുകയും ദുആ സ്വീകരിക്കുകയും ചെയ്യും. റമദാനിൽ ഖദാവായ നോമ്പും ഇതിൻ്റെ കൂടെ കരുതാവുന്നതാണ്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.